ജൂൺ 1 മുതൽ സിനിമാ സമരം. മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം. ഷൂട്ടിങ്ങും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സിനിമയുടെ എല്ലാ മേഖലകളും നിർത്തിവെക്കുവാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. GSTക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുക, താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. കഴിഞ്ഞ വർഷം 700 കോടിയോളം നഷ്ടം സംഭവിച്ചുവെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. ഈ വർഷം ജനുവരിയിൽ ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് വിജയിച്ചത്. 101 കോടിയുടെ നഷ്ടം ജനുവരിയിൽ മാത്രമുണ്ടായി. താരങ്ങളുടെ പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാതാവുന്നതിൻ്റെ 10 ഇരട്ടിയാണെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടി. നികുതി ഭാരവും താങ്ങാവുന്നതിലും അപ്പുറമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുന്നില്ല. സൂചനാ പണിമുടക്ക് നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്നും നിർമ്മാതാക്കൾ കൂട്ടിച്ചേർത്തു. അഭിനേതാക്കൾ പ്രതിഫല തുക കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ സിനിമാ സംഘടനയായ അമ്മയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകളൊന്നും പിന്നീട് നടന്നിരുന്നില്ല. നിർമ്മാതാക്കളുടെ ആവശ്യങ്ങൾ നിരാകരിച്ച് മുന്നോട്ട് പോയാൽ താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളെ പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളും അറിയിച്ചു. 1-2 സിനിമകൾ ഹിറ്റായതിനു ശേഷം സംവിധായകർ പ്രതിഫലം ഉയർത്തുന്നതും സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണമാകുന്നുവെന്നും വിമർശനമുയർന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് മലയാള സിനിമ കരകയറി വരുമ്പോഴാണ് വീണ്ടും സംസ്ഥാനത്ത് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്.